വയനാട് പുനരധിവാസത്തിനുള്ള കേന്ദ്ര സഹായം അത് കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അത് നിർവഹിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അത് BJPയുടെ നിലപാടാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെയും നിലപാടായി മാറിയിട്ടുണ്ട്. BJPക്ക് കേരളത്തെ സഹായിക്കണമെന്ന് താല്പര്യമേയില്ല. കേരളം എല്ലാ നിലയിലും ഒന്നാം സ്ഥാനത്താണ്. അങ്ങനെ ഒന്നാം സ്ഥാനത്ത് നിൽക്കണ്ട എന്ന നിലപാടാണോ കേന്ദ്ര സർക്കാരിനുള്ളത്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും പിറകോട്ട് പോകുന്നു, പക്ഷേ കേരളം മുന്നോട്ട് പോകുന്നു. അതിനുള്ള അസൂയയാണോ BJP നേതാക്കൾക്ക്, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർക്ക്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം ആവർത്തിച്ച് ഉയരേണ്ട സമയമാണ്. ആ ചോദ്യം ചോദിച്ചിരിക്കുന്നു ഹൈക്കോടതി. ഹൈക്കോടതി ആ വാക്ക് ഉപയോഗിച്ചില്ല എങ്കിലും ഹൈക്കോടതി ഇന്ന് കേന്ദ്ര സർക്കാരിന് 2 നിർദ്ദേശം നൽകി. ഒന്ന്, വളരെ രൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ആ 132 കോടി രൂപ ഇപ്പോൾ ചോദിച്ചത് എന്ന്. 132 കോടി രൂപ 2006 മുതൽ കേരളത്തിൽ കേന്ദ്ര സേനകൾ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ കൂലി ചോദിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. 2016-17 കാലത്ത് എയർലിഫ്റ്റിംഗ് നടത്തിയ വിമാനത്തിൻ്റെ വാടക ചോദിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ മാസമാണ് കത്ത് ലഭിച്ചത് കേരളത്തിന്. അത് വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. കേരളം ഒന്നടങ്കം ചോദിച്ചിരുന്നു, എന്തിനാണ് ഇപ്പോൾ ഈ പണം ചോദിക്കുന്നത് എന്ന്. കേരളത്തിൻ്റെ മന്ത്രിമാർ തന്നെ രംഗത്ത് വരികയും ചെയ്തു. മുഖ്യമന്ത്രി തന്നെ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. അതേ ചോദ്യമാണ് ഹൈക്കോടതി ഇന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത്. ഈ 132 കോടി രൂപ ഇപ്പോൾ ആവശ്യപ്പെട്ടത് എന്തിന്? ഇത്രയും നാൾ കാത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കുറച്ചു നാൾ കൂടി കാത്തിരുന്നുകൂടെ? ഈ ചോദ്യത്തിന് ഉത്തരം അടുത്ത കേസ് പരിഗണിക്കുന്ന ദിവസം നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യവും കൂടി ഹൈക്കോടതി കേന്ദ്രത്തോട് ചോദിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ വാർത്തയായ സംഭവമുണ്ട്. അത് മറ്റൊന്നുമല്ല, കേരള സർക്കാരിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കയ്യിൽ എത്ര പൈസയുണ്ട് എന്ന് കൃത്യം കണക്ക് ഹാജരാക്കണമെന്ന് പറഞ്ഞു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥൻ കോടതിയിൽ പോയി കൃത്യമായ കണക്ക് നൽകുന്നതിന് വേണ്ടി തന്നെയാണ്. പക്ഷേ കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് എല്ലാം കൃത്യമായ മറുപടി നൽകാൻ അപ്പോൾ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ കോടതി ചോദിച്ചു, ഈ കണക്കൊന്നും നിങ്ങളുടെ കയ്യിലില്ലേ എന്ന്. നിങ്ങളുടെ കയ്യിൽ കണക്കില്ലാതെയാണോ കേന്ദ്ര സർക്കാരിനെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് എന്ന്. ഈ ചോദ്യം വലിയ വാർത്തയായി മാറി. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും ഒന്നാമത്തെ തലക്കെട്ടായി മാറി. അന്നത്തെ അന്തിച്ചർച്ചയായി മാറി. പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനമായി മാറി. BJP ആഘോഷം തുടങ്ങുകയും ചെയ്തു. ഇതാ കേരളത്തെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു ഹൈക്കോടതി. അതായിരുന്നു വലിയ ആഘോഷത്തിന് കാരണം. ആരൊക്കെയാണ് ഒന്നിച്ചു പിടിച്ചത്? കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എല്ലാവരും. മുഖപ്രസംഗം വരെ എഴുതിയ മാധ്യമങ്ങളുണ്ട്, അന്തിച്ചർച്ച നടത്തിയ മാധ്യമങ്ങളുണ്ട്. പിന്നീട് കോൺഗ്രസ്, UDF, അതോടൊപ്പം BJP. അന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു, വിശദമായ കണക്ക് കോടതി നൽകും. ഈ പണത്തിൻ്റെ ഒരു വിഹിതം എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ എത്രയുണ്ട്, എത്ര ചെലവഴിച്ചു എന്ന കണക്ക് ലഭിച്ചതിന് ശേഷം കൃത്യമായ കണക്ക് ഹൈക്കോടതി സമർപ്പിക്കും എന്ന്. ആ കണക്ക് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. 780 കോടിയോളം രൂപയുണ്ട് കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കയ്യിൽ എന്നാണ് BJP നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കേരളം പറഞ്ഞു, അത്ര തുകയില്ല. ആ തുക വിവിധ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചതും ചെലവഴിച്ചതിൻ്റെ കണക്ക് തീർക്കാനുള്ളതുമാണ്. അതെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ എത്ര ബാലൻസ് ഉണ്ട് എന്ന് പറയാൻ കഴിയൂ, എത്രയാണ് ശേഷിക്കുന്നത് എന്ന് പറയാൻ കഴിയൂ എന്ന്. ഇപ്പോൾ കണക്ക് കൊടുത്തിരിക്കുന്നു ഹൈക്കോടതിയിൽ. 181 കോടി രൂപയാണ് ഉള്ളത്. 181 കോടി രൂപ. ഈ 181 കോടി രൂപ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ പുനരധിവാസത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല. അതിന് മാനദണ്ഡങ്ങളുണ്ട്. മാനദണ്ഡം അനുസരിച്ച് മാത്രമേ പണം ചെലവഴിക്കാൻ കഴിയുള്ളൂ. ഉദാഹരണത്തിന്, ഒരു വീട് നിർമ്മിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാനദണ്ഡപ്രകാരം 1 ലക്ഷത്തിൽ കൂടുതൽ പണമേ ലഭിക്കുകയുള്ളൂ. 1,30,000-ഓളം രൂപയാണ് ലഭിക്കുക. അതുകൊണ്ട് കേരളത്തിൽ വീടിൽ നിർമ്മിക്കാൻ കഴിയുമോ? കേരളം വിഭാവനം ചെയ്യുന്നത്, വയനാട്ടിലെ പുനരധിവാസത്തിന് വിഭാവനം ചെയ്യുന്നത് 10 ലക്ഷം മൂല്യമുള്ള വീട് നിർമ്മിക്കാനാണ്. 10 ലക്ഷമാണ് ഒരു വീടിൻ്റെ നിർമ്മാണ ചെലവായി കണക്കാക്കുന്നത്. അത്തരം ആവശ്യത്തിന് ഈ പണം ചിലവഴിക്കണമെങ്കിൽ ഈ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണം. കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണം. ഈ ആവശ്യമാണ് കേരളം ഹൈക്കോടതിയോട് പറഞ്ഞത്. കേന്ദ്ര സർക്കാരിനോട് നിരവധി തവണ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ കേന്ദ്രം ഇതുവരെയും അനുകൂല സമീപനം സ്വീകരിച്ചില്ല. അതുകൊണ്ട് കോടതി ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് കേരളം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. അക്കാര്യം പരിശോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു ഹൈക്കോടതി. അതും കേരളത്തെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണ്. കേന്ദ്രം എന്ത് തീരുമാനമെടുക്കും എന്നറിയില്ല. അടുത്ത കേസ് പരിഗണിക്കുന്ന ദിവസം കേന്ദ്ര സർക്കാർ ഈ 2 കാര്യത്തിൽ മറുപടി നൽകേണ്ടതുണ്ട്. മറുപടി നൽകുമോ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുമോ, കൂടുതൽ സമയം ആവശ്യപ്പെടുമോ
എന്നതാണ് നമുക്ക് അറിയാനുള്ളത്. കൂടുതൽ സമയം ആവശ്യപ്പെടാനാണ് സാധ്യത. കാരണം എത്രയും കാലം നീട്ടിക്കൊണ്ടുപോവുക, ഒരു തുകയും അധിക സഹായമായി നൽകാതിരിക്കുക. സംസ്ഥാനം സമർപ്പിച്ച റിപ്പോർട്ട് പഠിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പണം പോലും അധികമായി അനുവദിക്കാതിരിക്കാനുള്ള എന്തൊക്കെ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടോ അതെല്ലാം ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിന് ഒരു സഹായവും നൽകില്ല എന്ന്. പക്ഷേ കേരളത്തിൽ ഒറ്റക്കെട്ടായി കേന്ദ്രത്തിനെതിരെ ശബ്ദം ഉയരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ നിവേദനം നൽകിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കാണ് നിവേദനം നൽകിയത്. UDF-ന്റെയും LDF-ന്റെയും MP-മാർ എല്ലാവരും ചേർന്നാണ് നിവേദനം നൽകിയത്. നിവേദനത്തിന് അപ്പോൾ തന്നെ മറുപടി നൽകാൻ കഴിയില്ല. ദുരന്ത നിവാരണ അതോറിറ്റിയിലുള്ള ഫണ്ട് ചെലവഴിച്ചാൽ മതി, അവിടെ ഫണ്ടുണ്ട് എന്ന മറുപടിയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. മറ്റ് റിപ്പോർട്ടുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വീണ്ടും നീട്ടിക്കൊണ്ടുപോകാനുള്ള സമീപനം. അതോടുകൂടി UDF അത് അവിടെ വെച്ചു. കേരളത്തിൽ വന്ന് MP-മാർ കേരള സർക്കാരിനെതിരെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവർക്ക് ഭയമാണോ? അതല്ല വയനാട് പുനരധിവാസത്തിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണോ കേരളത്തിലെ UDF ശ്രമിക്കുന്നത്? BJP അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ UDF-ഉം അതേ വഴിക്ക് തന്നെയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് UDF നേതാക്കൾ നൽകേണ്ടത്. ഏതായാലും ഹൈക്കോടതി ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനോടാണ് 2 ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹൈക്കോടതി. അതിനുള്ള ഉത്തരം ഹൈക്കോടതിയിൽ എന്ന് നൽകും കേന്ദ്ര സർക്കാർ എന്നേ അറിയാനുള്ളൂ. ആ ഉത്തരം എന്തായിരിക്കും എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട്.